എൻ്റെ ചാനൽ കാണുന്ന കുറേ കൊച്ചു കൂട്ടുകാർ കാണും. പിന്നെ പൂച്ചക്കുട്ടികളെയൊക്കെ ഇഷ്ടമുള്ള ഒത്തിരി പേര് കാണും. അപ്പോൾ എനിക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്. എൻ്റെ വീഡിയോ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പൂച്ചക്കുട്ടിയുടെ വീഡിയോ ഇടാറുണ്ട്. അവനിങ്ങനെ വിശന്ന് വലഞ്ഞ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ താഴെ, ഞാൻ ബോംബെയിലാണ് താമസിക്കുന്നത്, ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ താഴെ വന്നപ്പോൾ ഇങ്ങനെ നമ്മുടെ ഫ്ലാറ്റിൽ വളർത്താൻ പറ്റുമോ എന്നൊക്കെ എനിക്കൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്തു. 1-2 ദിവസം ഇങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അവനെ നമ്മുടെ വീട്ടിൽ വളർത്താം. അങ്ങനെ അവനെ ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. ആദ്യം അവന് കുറച്ച് പാലൊക്കെ താഴെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ വീടൊക്കെ ഒരു പരിശോധനയൊക്കെ നടത്തി. പിന്നെ സുഖമായിട്ട് കിടന്നുറങ്ങി. വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ ഞാൻ അവനെ വെറ്റിനറി ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. കാരണം വാക്സിനേഷൻ, റാബീസിൻ്റെ വാക്സിനേഷൻ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പം വേറെ പെറ്റ് പേരൻസ് അവർ പറഞ്ഞു, ഇന്ന പോലെ നമുക്ക് പൂച്ചയെ വീട്ടിൽ വളർത്തുമ്പോൾ അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് ട്രേ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ അതിനകത്ത് ഇടാനുള്ള ക്യാറ്റ് ലിറ്റർ, അതായത് ഒരു തരം മണൽ പോലെ ഉള്ള സംഭവം, നമുക്കത് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ്. അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ സൗകര്യമൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി അവിടെ വീട്ടിൽ വളർത്താമെന്ന്. അപ്പോൾ എനിക്കൊരു മോനെ ഉള്ളത്. അവൻ എൻജിനീയറിങ് പഠിക്കാനായിട്ട് ഹോസ്റ്റലിലേക്ക് പോയപ്പോഴേക്ക് എനിക്ക് ഇവൻ വലിയൊരു കൂട്ടുമായിരുന്നു. അതുപോലെ ഞങ്ങളിങ്ങനെ ഒരു പൂച്ചയെ വാങ്ങിക്കണം എന്നൊക്കെ, കാരണം ഫ്ലാറ്റിൽ വളർത്താൻ പൂച്ചയാണെങ്കിൽ പിന്നെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ ഇതിനെ വളർത്തണം, ഞങ്ങൾക്കൊരു പൂച്ചയെ വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് OLX ഞങ്ങൾ നോക്കി. അപ്പോൾ OLX 25 റുപ്പീസിനും പൂച്ചയുണ്ട്. അതുപോലെ തന്നെ 8,000-ൻ്റെ 20,000-ഒക്കെ പൂച്ചയുണ്ട്. അപ്പോൾ മേടിക്കണോ വേണ്ടയോ അങ്ങനെ ഇങ്ങനെ സംശയിച്ചിരിക്കുമ്പോൾ ഞാൻ അയ്യപ്പസ്വാമിയോട് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ നല്ലൊരു ഈശ്വര വിശ്വാസിയാണ്. അപ്പം എന്താണെന്നറിയില്ല, ഞങ്ങളങ്ങനെ മനസ്സിൽ വിചാരിച്ച സമയത്ത് തന്നെ ആണ് ഇവനിങ്ങനെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ പറയുന്നത് ഇവനെ എനിക്ക് അയ്യപ്പസ്വാമി തന്ന ഗിഫ്റ്റായിട്ടാണ് ഞാൻ പറയണത്. കാരണം അയ്യപ്പസ്വാമിയുടെ മൃഗം പുലിയാണല്ലോ. പുലിപ്പാൽ പുലിപ്പാൽ എടുക്കാൻ വേണ്ടി അയ്യപ്പസ്വാമി പോയ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് അയ്യപ്പസ്വാമി തന്ന ഗിഫ്റ്റ് എന്നാണ് ഞാൻ ഇവനെ എപ്പോഴും പറയുന്നത്. അപ്പം ഞാൻ അയ്യപ്പൻ കുട്ട എന്നൊക്കെ ഇങ്ങനെ പേര് വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ മോൻ സിംബ എന്ന് പേരിട്ടു. അപ്പം ഇതൊക്കെയാണ് സിംബയെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ കഥ. അപ്പോൾ സിംബ ഞങ്ങൾക്ക് വലിയൊരു കൂട്ടാണ്. എനിക്ക് വലിയ കൂട്ടാണ് സിംബ. പിന്നെ എനിക്ക് വയ്യാത്തപ്പോൾ ഒക്കെ അവൻ ഭയങ്കര എന്താ പറയുക, എനിക്ക് ഇമോഷണൽ സപ്പോർട്ട് ഭയങ്കരമാണ്. സന്തോഷവും സങ്കടവും എല്ലാം പങ്കുവയ്ക്കുവാനും വീട്ടിലുള്ളവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ കുറേ കൂടി നന്നായി ഞങ്ങളുടെ സിംബ വീട്ടിൽ വന്നപ്പോൾ. അപ്പോൾ ഞാനും ഹസ്ബൻഡും കുട്ടിയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ 3 പേരും ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവരെല്ലാവരും മൊബൈലിൽ മുഴുകിയിരിക്കുന്ന ഒരു ഇത് കാണാറുണ്ട്. അപ്പം നമ്മുടെ ഈ പൂച്ചക്കുട്ടി വന്നപ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അവൻ്റെ കുസൃതികളെല്ലാം കാണുകയും അപ്പം അവനോട് സംസാരിക്കേണ്ടി വരും ഒക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് ഇപ്പം അവന് 4.5 വയസ്സുണ്ട്. മലയാളത്തിൽ ഞാൻ എന്ത് സംസാരിച്ചാലും അവനറിയാം. എന്നോട് പലരും ചോദിച്ചത് പൂച്ച മലയാളം പഠിച്ചോ എന്നാണ്. അപ്പം അവന് അവിടെ ഫുഡ് വേണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അവന് അറിയാം. എന്ന് പറയും. ഫുഡ് വേണമെന്ന് വെച്ചാൽ എന്ന് പറയും. പിന്നെ കുറേ നമ്മൾ പറയുന്നതെല്ലാം മനസ്സിലാവും. നമ്മൾ വഴക്ക് പറയുന്നത് ശരിക്കും മനസ്സിലാവും. പിന്നെ നല്ല കൊഞ്ചിയും മയക്കിയൊക്കെ കാര്യങ്ങളൊക്കെ നേടാൻ അറിയാവുന്ന അവനാണ്. പിന്നെ ഡോറ് തുറക്കട്ടെ എന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് അറിയാം. കാരണം വെച്ചാൽ അവന് ഞങ്ങളുടെ കോറിഡോറിലോട്ട് പോകാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ അവനെക്കുറിച്ചിട്ടുള്ള കഥകൾ. ഇത് തന്നെ എനിക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ പറയണമെന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ്, ഞാൻ ബോംബെ താമസിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പം ചിലപ്പം മനസ്സിലാവില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൂടി ആക്കി പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മാതൃഭാഷയാണല്ലോ ഏറ്റവും എളുപ്പം സംസാരിക്കാനായിട്ട്. അതുപോലെ എനിക്കൊരു വീഡിയോ ചെയ്യാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മൂഡ് ആ സമയത്ത്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വലിയ പ്രത്യേകിച്ച് ഒരു ഒരുക്കങ്ങളോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൂച്ചക്കുട്ടിയുടെ രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ഞാനിടാം. താങ്ക് യു എല്ലാവർക്കും. ഫോർ മൈ ഡിയർ ഫ്രണ്ട്സ്, today actually I'm talking about Simba, my cat. तो मेरे जो बिल्ली है हमारा बहुत हमारे फैमिली में एक ऐसा मेंबर है जिससे हम लोग इतना हैप्पी हो जाता है. तो उनके बारे में ऐसा मैं मलयालम में बात कर रहे थे. उनको मैं हमारा बिल्डिंग में कैसे मिला ये सब. ठीक है, मैं आज उनका एक फ़ोटो एंड एक छोटा വീഡിയോ डाल रही हूँ. താങ്ക് യു. പിന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്താ പറയുക, എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും എൻ്റെ പ്രത്യേകം നന്ദി.